ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് ആക്കി കഴിക്കണമെന്ന് വല്ലാണ്ടങ്ങ് ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത് പൊതിച്ചോറന്ന് സെറ്റ് ചെയ്യാണ്. ഉണ്ടായ കറിയെല്ലാം തട്ടിക്കൂട്ടി ഞാനൊരു പൊതിച്ചോറ് സെറ്റ് ചെയ്തു. ഇപ്പം ചെറിയ ചൂടുണ്ട് എത്ര കേട്ടോ. ഇങ്ങനെ കൊതി ഊറുന്ന ഏതെങ്കിലും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പൊതിച്ചോറിന് എല്ലാ ഇൻഗ്രീഡിയൻറ്റും വേണമെന്നൊന്നുമില്ലല്ലോ, നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള പൊതിച്ചോറ്. ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കറീനേയും കൂടിയാണ് കേട്ടോ, വസ്തുക്കളെ മാത്രമല്ല കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിൽ ഇന്ന് വെച്ച കറി വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് ഇത് കേട്ടോ. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, നാരങ്ങക്കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാന്തള് മീൻ മുളകിട്ട് വെച്ചത്, മുട്ട ഓംലെറ്റ്. ഏറ്റവും ഇതിലുള്ള ട്വിസ്റ്റ് അല്ല കേട്ടോ, സോറി മാറിപ്പോയി. ഏറ്റവും ഇതിലുള്ള ഒരു സംഭവം എന്ന് പറയാം, ഈ വാട്ടിയ വാഴയിൽ ഇലയും കൂടി കെട്ടിപ്പിടിച്ച് കറികളെല്ലാം കൂട്ടി കമർന്ന്, ഒന്നും മനസ്സിലായിട്ടില്ലേ, കറികളെല്ലാം കൂടി പെരങ്ങിയ ആ ഒരു മണമുണ്ടല്ലോ, അടിപൊളി അടാണ്. അപ്പോൾ എവിടെ നിന്ന് കഴിക്കണമെന്നൊന്നും അറിയില്ല. സൂര്യൻ ചേട്ടൻ ചെറുതായിട്ട് തന്നെ ഒന്ന് ചതിച്ചു കേട്ടോ. ക്യാമറയിൽ ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ അത് ക്ലിയർ കുറച്ചു. എൻ്റെ സൗണ്ടും എന്നെ ഇപ്പോൾ ഏതാണ്ടൊക്കെ ചതിക്കുന്നുണ്ട്. പക്ഷെ ഓക്കെ തോറ്റു കൊടുക്കില്ല. ആദ്യത്തെ ആ ഉരുള എല്ലാം ഒന്ന് കൂട്ടി വായിൽ വെക്കുമ്പോൾ ആ കിട്ടുന്ന സുഖവും നല്ല കൈസ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വായിന് ഇപ്പം തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ വരെ വെള്ളം വരുന്നുണ്ട്. അമ്മാതിരി അടാർ സാധനമാണ്. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് മുട്ടയും കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ നാരങ്ങക്കറി. ഞാൻ വീട്ടിലുണ്ടാക്കി തന്നെ കേട്ടോ നാരങ്ങക്കറി. അതും മാതള മീനിൻ്റെ മുളകിട്ട് വെച്ചതും കൂടി ഒന്ന് ഉരുട്ടി വാഴയിലിട്ടിട്ടാകുമ്പോൾ എന്താ രസം അറിയാം. അടാറ് ടേസ്റ്റാണ് ഗൈസ്. നമുക്ക് എന്ത് കറി ഉണ്ടെങ്കിലും പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ മെയിൻ കാരണവരായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ എനിക്ക് വിട്ടുപോയി ഗൈസ്. വേറൊന്നല്ല, മടി കൊണ്ടാണ് കേട്ടോ. അവസാനം ഞാൻ എൻ്റെ പാത്രം ഇല ഇങ്ങനെ തുടച്ച് വറ്റിച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് എന്തെന്നില്ലാത്ത സന്തോഷം, കൊതി തോന്നിയ സാധനം ഉണ്ടാക്കി. നല്ലൊരു എരിവും ഉണ്ട് കേട്ടോ. എന്നാൽ അടിപൊളി സാധനം, അതാറ് സാധനം. ടാറ്റാ ബൈ, സീ യു.